ഞാനൊരു 17-18 വയസ്സിലാണ് പുസ്തകങ്ങൾ ആദ്യമായിട്ട് വായിക്കാൻ തുടങ്ങുന്നത്, കാര്യമായിട്ട് വായിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യമായിട്ടൊരു പുസ്തകം വാങ്ങിച്ചു. ആ പുസ്തകത്തിൻ്റെ ബ്ലേബിലുള്ള 3 വാക്കുകളാണ് എന്നെ ഹഠാതാകർഷിച്ചത്. പെർസ്യൂ യുവർ ഡ്രീംസ്. പൗലോ കൊയ്ലോയുടെ ദി ആൽക്കമിസ്റ്റ് ആയിരുന്നു ആ പുസ്തകം. ഞാൻ ആദ്യമായിട്ടാണ് ദി ആൽക്കമിസ്റ്റ് എന്നുള്ളൊരു വാക്ക് കേൾക്കുന്നതും അല്ലെങ്കിൽ പൗലോ കൊയ്ലോ എന്ന ആ ഒരു എഴുത്തുകാരനെ കുറിച്ച് കേൾക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ്. അതിനുശേഷം പൗലോ കൊയ്ലോ ഒരു ഒബ്സഷനായി മാറി. ഇപ്പം ഈ ദി ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ ഈ പുസ്തകം ഞാൻ വായിക്കുന്നത് 3ാമത്തെ തവണയാണ്. ഈ പോഡ്കാസ്റ്റിലൂടെ അവതരിപ്പിക്കുന്ന സമയത്ത് അത് 4ാം വായനയായിട്ട് കണക്കാക്കാൻ പറ്റുമോ എനിക്കറിയില്ല. കാരണം ഞാൻ 3ാമത് വായിച്ച സമയത്ത് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയ കാച്ചിക്കുറുക്കിയെടുത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പോഡ്കാസ്റ്റ് ഒന്നുകൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു 4ാം വായനയായിട്ട് കണക്കാക്കുന്നതിൽ തെറ്റുണ്ടാവില്ല എന്നെനിക്ക് തോന്നുന്നു. അധികം പറഞ്ഞു താമസിപ്പിക്കാതെ നേരെ കഥയിലേക്ക് കടക്കാട്ടോ. ഈ കഥ തുടങ്ങുന്നത് സ്പെയിനിലെ ആൻഡലൂഷ്യ എന്ന സ്ഥലത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പൊട്ടിപ്പൊളിഞ്ഞ ഒരു പള്ളിമുറ്റത്ത് നിന്നാണ് കേട്ടോ. അതിൻ്റെ മുന്നിൽ ഒരു വലിയ സിക്കമൂർ മരം വളർന്നു നിൽക്കുന്നുണ്ട്. ഈ പള്ളി നിങ്ങൾ മനസ്സിൽ വെച്ചേക്കണം. ഈ കഥ അവസാനിക്കുന്നത് വരെ ഈ പള്ളി മനസ്സിൽ വെച്ചേക്കണം കേട്ടോ. ഈ കഥയിലെ പ്രൊട്ടാഗണിസ്റ്റായിട്ടുള്ള സാന്റിയാഗോ എന്ന് പറഞ്ഞ ആട്ടിടയൻ തൻ്റെ ആടുകൾക്ക് വെള്ളവും തീറ്റയും ഒക്കെ അന്വേഷിച്ച് നടക്കുന്നതിനിടയിലാണ് ഈ പള്ളിമുറ്റത്തെത്തുന്നത്. അപ്പോൾ ഒരു ആട്ടിടയനായതുകൊണ്ട് തന്നെ സാന്റിയാഗോയ്ക്ക് ആൻഡലൂഷ്യയുടെ എല്ലാ ഭാഗവും നന്നായി അറിയായിരുന്നു. അതല്ല, ഏത് പുതിയ വഴി കണ്ടാലും സാന്റിയാഗോ അതിലൂടെ എല്ലാം യാത്ര ചെയ്യും. പക്ഷെ എന്നിട്ട് പോലും ആ തകർന്നടിഞ്ഞ പള്ളി അവൻ അതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അവൻ ഒരുപാട് ദൂരം നടന്നിട്ടുണ്ട്, തൻ്റെ ആടുകളെയും കൊണ്ട് ഒരുപാട് ദൂരം നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ പള്ളിയിൽ, ആ പൊട്ടിപ്പൊളിഞ്ഞ ആ പള്ളിയിൽ കഴിച്ചു കൂട്ടാമെന്ന് അവൻ തീരുമാനിക്കുന്നു. ഈ സാന്റിയാഗോയ്ക്ക് പുസ്തകം വായിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു കേട്ടോ. ആടുകളെ മേയ്ക്കുന്ന സമയത്തും അവൻ്റെ കയ്യിലൊരു പുസ്തകം കാണും. അവിടുത്തെ സാധാരണ ആട്ടിടയന്മാർക്ക് എഴുത്തും വായനയൊന്നും അറിയുന്ന ഒരു സാഹചര്യം ഇല്ല അവർക്ക്. കാരണം 25% ആളുകളും ദാരിദ്ര്യത്തിലാണ് ആൻഡലൂഷ്യയിൽ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പാവപ്പെട്ട കർഷക കുടുംബത്തിൽ നിന്നാണ് സാന്റിയാഗോ വരുന്നത്. അവനെ ഒരു പുരോഹിതനാക്കാനായിരുന്നു, അല്ലെങ്കിൽ ഒരു പള്ളിയിലെ അച്ഛനാക്കാനായിരുന്നു അവൻ്റെ മാതാപിതാക്കൾ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ അതിനുള്ള സമയമായപ്പോൾ അവരവനെ ഒരു സാധാരണഗതിയിൽ ചെയ്യുന്ന പോലെ സെമിനാരിയിൽ കൊണ്ട് ചേർക്കുകയും ചെയ്തു. അവിടെ വെച്ച് അവൻ ലാറ്റിനും സ്പാനിഷും ദൈവശാസ്ത്രവും എല്ലാം പഠിച്ചു. അങ്ങനെയാണ് അവന് വായിക്കാനൊക്കെ വളരെ നന്നായിട്ട് വായിക്കാനൊക്കെ അങ്ങനെയുള്ളൊരു കഴിവ് അവന് വന്നത്. സെമിനാരിയിൽ വന്നു ചേർന്നു എന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷേ സാന്റിയാഗോവിന് മനുഷ്യരുടെ പാപങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനേക്കാൾ ഇഷ്ടം യാത്ര ചെയ്യാനും ലോകം കാണാനൊക്കെയായിരുന്നു. ചിലപ്പോഴൊക്കെ അങ്ങകലെ ചക്രവാളത്തിലേക്ക് നോക്കി സൂര്യൻ ഉദിച്ചു പൊങ്ങുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സാന്റിയാഗോ വിചാരിക്കും, എനിക്കിതിനേക്കാൾ നന്നായി വേറെ എവിടെയാണ് ദൈവത്തിനെ കാണാൻ സാധിക്കുക എന്നത്. ചുരുക്കി പറഞ്ഞാൽ സാന്റിയാഗോവിന് പുരോഹിതനാകാൻ ഇഷ്ടമില്ലായിരുന്നു എന്നുള്ളത് തന്നെ. ഇതെങ്ങനെയെങ്കിലുമൊക്കെ വീട്ടിലറിയിക്കണമല്ലോ. അങ്ങനെ ഒരു ദിവസം സെമിനാരിയിൽ നിന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ അവൻ എങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ച് മാതാപിതാക്കളോട് തനിക്ക് പുരോഹിതനാകാനല്ല, മറിച്ച് ലോകം കാണാനാണ് ആഗ്രഹം എന്ന് തുറന്നു പറഞ്ഞു. ശരിക്കും ഇത് കേട്ടപ്പോൾ അവൻ്റെ മാതാപിതാക്കൾക്ക് വിഷമമൊക്കെ ഉണ്ടായിട്ടോ. അതിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാമെന്ന് വിചാരിച്ച് അവൻ്റെ അച്ഛൻ പലതും പറഞ്ഞു നോക്കി. പക്ഷെ സാന്റിയാഗോ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അത് മനസ്സിലായപ്പോൾ അവൻ്റെ അച്ഛൻ അവനോട് ഒരു കാര്യം പറഞ്ഞു. അതായത്, നിനക്ക് അദ്ദേഹം പറഞ്ഞത് ഇതായിരുന്നു, നിനക്ക് യാത്ര ചെയ്യാൻ അത്ര ഇഷ്ടമാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ നാട് കാണുന്നതിനായി ഒരുപാട് ആളുകൾ ഇവിടെ വരാറുണ്ട്. യാത്രാ ചിലവുകൾ വഹിക്കുന്നതിനായി അവരുടെ കയ്യിൽ പണവും ഉണ്ട്. പക്ഷെ നമ്മളോ ദരിദ്രരായ കർഷക കുടുംബമാണ്. നമ്മുടെ ഇടയിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നവർ ആട്ടിടയന്മാർ മാത്രമാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ആട്ടിടയനാകാൻ തയ്യാറാണ്. സാന്റിയാഗോ മറുപടി പറഞ്ഞു. അപ്പോൾ തന്നെ അച്ഛന് മനസ്സിലായി അവൻ പിന്തിരിയുന്ന പ്രശ്നമേ ഇല്ല എന്ന്. അങ്ങനെ അടുത്ത ദിവസം അവൻ്റെ അച്ഛൻ അവന് 3 സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതെനിക്കൊരു ദിവസം പാടത്ത് നിന്ന് കിട്ടിയതാണ്, ഞാൻ പാടത്ത് പണിയെടുക്കുന്ന സമയത്ത് കിട്ടിയതാണ്. ഇതുകൊണ്ട് നീ ഒരു ചെമ്മരിയാറ്റൻ പറ്റത്തെ വാങ്ങിക്കുക. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു, എപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലാകും ഈ നാട്ടിൻപുറം തന്നെയാണ് ഏറ്റവും സുന്ദരമെന്ന്, ഇവിടെയാണ് ഏറ്റവും ഭംഗിയുള്ള സ്ത്രീകളുള്ളതെന്ന്.
എന്നാലത് അച്ഛനത് പറയുമ്പോഴും അച്ഛൻ്റെ ആ വാക്കുകളും അച്ഛൻ്റെ കണ്ണുകളും തമ്മിൽ ഒട്ടും യോജിക്കാതെ പോലെ സാന്റിയാഗോയ്ക്ക് തോന്നി. അതായത് അത് പറയുമ്പോഴും അച്ഛൻ്റെ കണ്ണുകളിൽ അദ്ദേഹത്തിന് അപ്പോഴും ചെയ്യാൻ ആഗ്രഹമുള്ള, എന്നാൽ പ്രാരാബ്ധങ്ങൾ മൂലം സാധിക്കാത്ത യാത്രയുടെ ആഗ്രഹം തളം കെട്ടി നിൽക്കുന്നത് സാന്റിയാഗോ കണ്ടു. അപ്പം പറഞ്ഞു വന്നത് ഇങ്ങനെയാണ് സാന്റിയാഗോ ഒരു ആട്ടിടയനായിട്ട് മാറിയത് എന്നായിരുന്നു. ഇനി നമുക്ക് സാന്റിയാഗോയുടെ അടുത്ത പതിവ് എന്താണെന്ന് നോക്കാട്ടോ. അങ്ങനെ സാന്റിയാഗോ ഒരു ആട്ടിടയനാകുന്നു. ആട്ടിടയൻ യാത്രകൾ ചെയ്യുന്നു. അങ്ങനെ ആ യാത്രകളിൽ തൻ്റെ വഴിയിലുടനീളം കാണുന്ന കാഴ്ചകളും വായിക്കുന്ന പുസ്തകത്തിലെ സംഭവങ്ങളും അയാൾ തൻ്റെ ആടുകളുമായിട്ട് എപ്പോഴും പങ്കുവെക്കുന്നൊരു പതിവുണ്ടായിരുന്നു കേട്ടോ. അതിലേറ്റവും ഒന്നെന്ന് പറയാൻ പറ്റില്ല, അതിലേറ്റവും പ്രധാനം ഏകദേശം ഒരു വർഷം മുൻപ് ചെമ്മരിയാടുകളുടെ രോമം വിൽക്കാൻ വേണ്ടി ഒരു പലചരക്ക് കടക്കാരൻ്റെ അടുത്ത് സാന്റിയാഗോ പോയി. അവിടെ പോയപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട അയാളുടെ മകളെക്കുറിച്ചായിരുന്നു. സാന്റിയാഗോ കണ്ട സ്വപ്നം ഇതായിരുന്നു കേട്ടോ. അയാളൊരു പാടത്ത് ആട്ടിൻപറ്റത്തോടൊപ്പം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് എവിടെ നിന്നോ ഒരു കൊച്ചു പെൺകുട്ടി വന്ന് അവൻ്റെ ആടുകളോടൊപ്പം കളിക്കാൻ തുടങ്ങിയത്. കുറച്ചു നേരം കളിച്ചു കഴിഞ്ഞപ്പോൾ ആ കൊച്ചു വന്ന് പതുക്കെ അവൻ്റെ കയ്യിൽ തൊട്ടു. ആ കുഞ്ഞ് കയ്യിൽ തൊട്ടതും അയാൾ പെട്ടെന്ന് ആ കുഞ്ഞിനോടൊപ്പം ഈജിപ്തിലെ പിരമിഡുകളുടെ മധ്യേ എത്തിയതും ഒരുമിച്ചായിരുന്നു. എന്നിട്ട് ആ കൊച്ചു പെൺകുട്ടി സാന്റിയാഗോയോട് പറഞ്ഞു, നീ ഇവിടെ വരികയാണെങ്കിൽ നിനക്ക് ഒരു നിധി കിട്ടും. പക്ഷേ നിധി എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ആ കുഞ്ഞവനോട് പറയുന്നതിന് മുൻപ് തന്നെ അവൻ ഉറക്കമുണർന്നു. വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, സാന്റിയാഗോ ഇതേ സ്വപ്നം ഒരാഴ്ച മുൻപും കണ്ടിരുന്നു. അപ്പോഴും സംഭവിച്ചത് ഇതൊക്കെ തന്നെയായിരുന്നു. അതായത് സ്വപ്നം കാണുന്നു, കുഞ്ഞ് സാന്റിയാഗോയോട് നിധിയുടെ കാര്യം പറയുന്നു. പക്ഷേ നിധി എവിടെയാണെന്ന് പറയുന്നതിന് മുൻപ് സാന്റിയാഗോ ഉറക്കമുണരുന്നു. 2 പ്രാവശ്യം കണ്ട സ്വപ്നം സാന്റിയാഗോ കാര്യമായിട്ട് തന്നെ എടുത്തു. അങ്ങനെ വെറുതെ വിടാൻ പോയില്ല. നേരം പുലർന്നപ്പോൾ താരിഫ എന്ന അടുത്ത ഗ്രാമത്തിലേക്ക് അവൻ യാത്ര തുടർന്നു. അവിടെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരു നാടോടി സ്ത്രീ ഉണ്ടെന്ന് അവനറിയാം. അപ്പോൾ അവൻ തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ അവരെ ചെന്ന് കാണുക തന്നെ. ആ സ്ത്രീയെ അന്വേഷിച്ച് അവൻ താരിഫ് എന്ന ഗ്രാമത്തിലേക്ക് പോയെങ്കിലും ചെറിയ തോതിൽ അവൻ്റെ മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ. മനുഷ്യരെ പറ്റിക്കാൻ ഈ നാടോടികൾ കേമന്മാരാണ് എന്നാണ് അവൻ കേട്ടിരിക്കുന്നത്. അതുതന്നെയാണ് അവൻ്റെ പേടിയുടെ പ്രധാന കാരണവും. എന്നാൽ അവരുടെ കൂടാരത്തിനുള്ളിലേക്ക് കടന്നപ്പോൾ അതിൻ്റെ ഒരു മൂലയിലായിട്ട് കർത്താവിൻ്റെ പടം കണ്ടപ്പോൾ അവന് കുറച്ചൊരാശ്വാസം തോന്നി. അങ്ങനെ അവൻ അവരെ കാണാനിരിക്കുന്നു. താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് അവൻ അവരോട് പറയുന്നു. അപ്പോൾ അവരുടെ മറുപടി ഇതായിരുന്നു, സ്വപ്നങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദൈവം പലപ്പോഴും സംസാരിക്കുന്നത് സ്വപ്നങ്ങളിലൂടെയാണ്. അവൻ നമ്മുടെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ മാത്രമാണ് എന്നെപ്പോലെയുള്ളവർക്ക് അത് വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നത്. എന്നാൽ അവിടെ നിന്ന് നിന്നോട് സംസാരിക്കുന്നത് ആത്മാവിൻ്റെ ഭാഷയിലാണെങ്കിൽ അത് നിനക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാകാം, ചിലർക്ക് മനസ്സിലായി കാണില്ല. അതുതന്നെയാണ് സാന്റിയാഗോയുടെ കാര്യത്തിലും സംഭവിച്ചത്. സാന്റിയാഗോയ്ക്ക് കാര്യമായിട്ടൊന്നും വ്യക്തമായില്ല. ഇതൊക്കെ പറഞ്ഞെങ്കിലും ആ സ്ത്രീ ഈജിപ്തിലെ പിരമിഡുകളെക്കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. എങ്കിലും അവർ പറഞ്ഞു, നിനക്ക് നിധി കിട്ടാൻ യോഗമുണ്ട്, നീ എന്തായാലും അവിടെ പോകണം. ഒരു കുഞ്ഞ് സ്വപ്നത്തിൽ വന്ന് കാണിച്ചു തന്നതായതുകൊണ്ട് അത് സത്യമാകാനേ വഴിയുള്ളൂ. ഇത്രയും പറഞ്ഞതിന് ഞാൻ എന്തായാലും നിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ നിധി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ 10-1 ഭാഗം എനിക്ക് തരണം. ഇത് കേട്ടപ്പോൾ അവന് നല്ല ദേഷ്യം വന്നു കേട്ടോ. അതായത് അവരെന്താണ് പറഞ്ഞതെന്ന് അവന് മനസ്സിലായില്ല. പോരാത്തതിന് ഈജിപ്റ്റ് എവിടെയാണെന്ന് അവർക്കറിയില്ല. പിന്നെ തനിക്കറിയാത്ത എന്ത് കാര്യമാണ് അവർ പറഞ്ഞത് എന്ന്. എന്നാൽ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അവൻ മറ്റൊരു കാര്യം കൂടെ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഈജിപ്തിലേക്ക് പോവേണ്ടത് എന്ന്. അപ്പോൾ അവരുടെ മറുപടി കേട്ട് അവന് പിന്നെയും നല്ല ദേഷ്യം വന്നു. അതായത് അവർ പറഞ്ഞത്, എനിക്ക് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ മാത്രമേ അറിയൂ, എൻ്റെ സ്വപ്നമല്ലല്ലോ, സ്വപ്നം നിൻ്റേതല്ലേ, അതുകൊണ്ട് അവിടെ എത്തേണ്ടതും നിധി കണ്ടുപിടിക്കേണ്ടതും ഒക്കെ നിൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ് എന്ന്. ഇത് കേട്ടാൽ പിന്നെ ദേഷ്യം വരാതിരിക്കുമോ? പിന്നെ ആകൊരാശ്വാസം, പണമൊന്നും പോയില്ലല്ലോ. നിധി കിട്ടുമ്പോൾ 10-1 ഭാഗം തരാമെന്ന് പറഞ്ഞൊരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് പോയി. പിന്നീട് സാന്റിയാഗോ മാർക്കറ്റിൽ പോയിട്ട് തനിക്ക് ആവശ്യമുള്ള പണികളെല്ലാം തീർത്ത് പുതിയതായി വാങ്ങിച്ച വീഞ്ഞും രുചിച്ചുകൊണ്ട് ഒരു ബെഞ്ചിലിരുന്ന് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ.
അവൻ ആടുകളെയെല്ലാം ആ നഗരത്തിലെ തൻ്റെ സുഹൃത്തിൻ്റെ തൊഴുത്തിലാക്കിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വൃദ്ധൻ അവൻ്റെ തൊട്ടടുത്ത് വന്നിരുന്നത്. അയാൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവനോട് സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അവൻ്റെ മനസ്സൊക്കെ അന്ന് പറഞ്ഞ ആ പലചരക്ക് കടക്കാരനുണ്ടല്ലോ, അയാളുടെ മകളുടെ ശ്രദ്ധ എങ്ങനെ ആകർഷിക്കാൻ പറ്റും എന്നതായിരുന്നു. മനസ്സ് മുഴുവനും ആ പെൺകുട്ടിയായിരുന്നുകൊണ്ട് ആ വൃദ്ധനോട് സംസാരിക്കാൻ അവന് തീർത്തും താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇതൊന്നും വൃദ്ധന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. വൃദ്ധൻ അപ്പോഴും എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇങ്ങനെ ഏറുകണ്ണിട്ട് അവൻ്റെ പുസ്തകത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് വൃദ്ധൻ പറയുകയാണ്, ഒരുമാതിരി അസ്വസ്ഥതയുണ്ടാക്കുന്ന പുസ്തകമാണിത്. മറ്റു പുസ്തകങ്ങളെപ്പോലെ ഇതും ലോകത്തിലെ ഏറ്റവും വലിയ കള്ളം പറയുന്ന പുസ്തകമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കള്ളമോ? അങ്ങനെ ഒന്നുണ്ടോ? അവന് ഭയങ്കര കൗതുകം തോന്നിട്ടോ. അപ്പോൾ അവനത് എല്ലാം മാറ്റിവെച്ച് വൃദ്ധനോട് ചോദിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ കള്ളമോ? അതെന്താണ്? അപ്പോൾ വൃദ്ധൻ മറുപടി പറഞ്ഞു, ഈ ലോകത്തിൽ ദൈവം ഓരോ മനുഷ്യനും ചെയ്തു തീർക്കാനുള്ള ഒരു നിയോഗം തന്നിട്ടുണ്ട്. അത് സത്യവുമാണ്. എന്നാൽ ഈ പുസ്തകം പറയുന്നത് ആ നിയോഗവുമായി മുന്നോട്ട് പോകുന്നതിനുള്ള മനുഷ്യരുടെ കഴിവില്ലായ്മയെക്കുറിച്ചാണ് എന്ന്. മാത്രമല്ല, ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ നമുക്ക് ചുറ്റും നടക്കുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വരുമെന്നും പിന്നെ ജീവിതം നിയന്ത്രിക്കുന്നത് വിധിയായിരിക്കാം എന്നാണ്. ഇത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നുണ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സാന്റിയാഗോ ഇതിൽ മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു അറബിയെപ്പോലെ വേഷം ധരിച്ചിരുന്ന ഇയാൾ ആരായിരിക്കും? അവനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അവരുടെ സംസാരത്തിനിടയിൽ അയാൾ മറ്റൊരു കാര്യം കൂടെ ചോദിച്ചു, നിനക്ക് എത്ര ആടുകളുണ്ട്? തനിക്ക് അത്യാവശ്യം ആടുകളുണ്ടെന്ന് അവൻ പറഞ്ഞപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, അത്യാവശ്യത്തിന് നിനക്ക് ആടുകളുണ്ട് എന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ എനിക്ക് നിന്നെ സഹായിക്കാൻ സാധിക്കില്ല എന്ന്. ഇതെന്ത് കഥ? ഞാൻ ഇയാളോട് സഹായമൊന്നും ചോദിച്ചില്ലല്ലോ, സാന്റിയാഗോ വിചാരിച്ചു. ചോദിക്കാത്ത സഹായം തരാൻ കഴിയില്ല എന്ന് പറയുന്ന ഇയാൾ ആരാണ്? നേരത്തെ ഒരു നാടോടി സ്ത്രീ, ഇപ്പോൾ ഒരു പടുകിളവൻ. ദേഷ്യത്തോടെ അവൻ പോകാൻ എഴുന്നേറ്റു. പക്ഷെ അവൻ പോകാൻ എഴുന്നേറ്റപ്പോൾ ആ വൃദ്ധൻ ഒരു കമ്പെടുത്ത് മണലിൽ എന്തൊക്കെയോ എഴുതാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു പ്രകാശം സാന്റിയാഗോയുടെ കണ്ണുകളിലടിച്ചു. ഒരു നിമിഷത്തേക്ക് എങ്ങും അന്ധകാരം പോലെ അവന് തോന്നി. ആ പ്രകാശം പോയി മറഞ്ഞ് അവൻ കണ്ണു തുറന്നപ്പോൾ അവിടെ തൻ്റെ മാതാപിതാക്കളുടെ പേരും അവൻ പഠിച്ചിരുന്ന സെമിനാരിയും അവന് പോലും അറിയാത്ത ആ പലചരക്ക് കടക്കാരൻ്റെ മകളുടെ പേരും ഇതൊന്നും പോരാഞ്ഞിട്ട് അവൻ മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന എന്നാൽ ആരോടും പറയാത്ത കാര്യങ്ങൾ പോലും അയാൾ മണലിൽ എഴുതി വച്ചിരിക്കുന്നതാണ് കണ്ടത്. ഇത് കണ്ടപ്പോൾ അവൻ അതിശയത്തോടു കൂടി തന്നെ അയാളോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? എൻ്റെ പേര് മെൽക്കിസദേക്ക്. ഞാൻ സലേം എന്ന സ്ഥലത്തെ രാജാവാണ്. ആ വൃദ്ധൻ മറുപടി പറഞ്ഞു. ഒരു രാജാവോ? ഒരു രാജാവാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് പാവപ്പെട്ട ഈ ആട്ടിടയനോട് ഇത്രയധികം പ്രതിപത്തി കാട്ടുന്നത് എന്ന് അവൻ അയാളോട് ചോദിച്ചു. അതിനുള്ള മറുപടി മെൽക്കിസദേക്ക് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, ദൈവം എല്ലാവർക്കും ഒരു നിയോഗം തന്നിട്ടുണ്ട്. ചിലർ അത് വളരെ വൈകിയായിരിക്കും മനസ്സിലാക്കുന്നത്, ചിലർ അത് മനസ്സിലാകാതെ തന്നെ മരിച്ചു പോവുകയും ചെയ്യുന്നു. പക്ഷേ സാന്റിയാഗോ അവനുള്ള ദൈവത്തിൻ്റെ നിയോഗം എന്താണെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൽ ഉടലെടുക്കുന്ന ആഗ്രഹങ്ങളാണ് ദൈവത്തിൻ്റെ നിയോഗങ്ങൾ. പക്ഷെ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാലും മിക്കവരും തുടക്കത്തിൽ വളരെ ആവേശമുള്ളവരായിരിക്കും. അതായത് തങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ നേടാനുള്ള ധൈര്യവും അവർക്കുണ്ടാകും. പക്ഷെ കാലങ്ങൾ ഇങ്ങനെ കഴിയും തോറും പ്രതിബന്ധങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ആ വരുന്ന പ്രതിബന്ധങ്ങൾ തങ്ങൾ കണ്ട സ്വപ്നത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിയോഗത്തിൽ നിന്ന് പിൻവാങ്ങുന്നതിനല്ല, മറിച്ച് നമ്മുടെ മനഃശക്തി ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള സത്യം പലരും മനസ്സിലാക്കാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ നിയോഗം, അതായത് നമ്മുടെ ഉള്ളിൽ ഉത്ഭവിക്കുന്ന നമ്മുടെ സ്വപ്നങ്ങൾ പാതി വഴിയിൽ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. അവർ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്, നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൽ ഉടലെടുക്കുന്ന ആഗ്രഹങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ ആത്മാവിലും ഉടലെടുക്കുന്ന ആഗ്രഹങ്ങളാണ് എന്ന്. അതായത് when you really want something, all the universe conspires in helping you to achieve it. അതായത് എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് ഒരാൾ പൂർണ്ണ മനസ്സോടെ ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം സഫലമാക്കുന്നതിനായി ലോകത്തിലെ ഓരോ കണങ്ങളും അവൻ്റെ സഹായത്തിനെത്തും എന്നുള്ളതാണ് സത്യം. സ്വന്തം ആത്മാവിൽ ഉടലെടുക്കുന്ന ആഗ്രഹങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് ദൈവം ഒരുവന് നൽകിയിട്ടുള്ള നിയോഗം. പക്ഷെ മിക്കവരും അത് മനസ്സിലാക്കുന്നില്ല.